ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ അതിഥികളായ ഈ കോഴികളുടെയും പിന്നെ നമ്മുടെ കല്ലുവിൻ്റെയും പോത്തുവിൻ്റെയും വിശേഷങ്ങളാണ്. ഇത് നമുക്ക് കാണും മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. തുടർന്ന് കാണാം. അങ്ങനെ ഈ പൊക്കമുള്ള കോഴി അങ്ങോട്ട് പോകുന്നു. ഹായ്, എന്തൊക്കെയുണ്ടോ? അത് കൊള്ളാം, സൂപ്പർ. എന്താ എന്തായാലും പറയടേ, നീ എങ്ങോട്ടാ പോണേ കുഞ്ഞിറക്ക? എന്താ നിക്കടാ അവിടെ. നമ്മൾ പറയാൻ വിട്ടു, ജിമ്മി ഉണ്ട് കേട്ടോ. നീ ഒളിച്ചൊന്നും കിടക്കണ്ട, നിന്റെ മുഖം എനിക്ക് കിട്ടണം. ഇവിടെ ഒളിച്ചു കിടക്കുന്നടാ ജിമ്മി. ഇത്ര ജാട കാണിക്കുന്നു ജിമ്മിയായി. അവിടെ മിണ്ടാതെ കിടന്നു, ഞങ്ങൾക്ക് അടി വാങ്ങും. എന്തുവാടാ നീന്റെ ഇത്ര ദേഷ്യം? ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരാനോ? എനിക്കിപ്പോ ധൈര്യം കുറവാണ്. നീ അവിടെ കിടന്നു, നിന്നെ ഞാൻ ഇന്ന് അടിക്കാൻ പോകും. എല്ലാവരും അത് സൂപ്പറായിട്ടുണ്ട്. അപ്പർ ഇനി അവന്മാരെ വീണ്ടും പരിചയപ്പെടാം. ഹലോ, എന്തൊക്കെയുണ്ട് കൂട്ടുകാരാ? നീ വലിയ എമ്മുക്കുട്ട, നീ എന്നെ കൊത്താ ഓട്ടിക്കുമല്ലോ ഇവിടെ. എന്താണ് നിനക്ക് ധൈര്യമില്ലേ ഇപ്പൊ? വാടാ ഊസി, നിനക്കെന്താടാ? അന്ന് മറ്റേ അപകടം നടന്ന ആ കുട്ടിയാണ് ഇപ്പോഴും കിടന്ന് ഡാൻസ് കളിക്കുന്നത്. ആ കാല് കണ്ട ഇപ്പൊ വെള്ളം പോലും കുടിക്കൂലേ. ഒട്ടും വൃത്തിയില്ലാത്ത കൊച്ചാണെന്ന്. പൂസി അതല്ലേ നിനക്ക്? അവൻ മൊണ്ടനാണ്, അവൻ ഒട്ടും വൃത്തിയില്ലാത്ത ജന്തുവാണ്. അവൻ ജന്തു എന്ന് പറയാൻ പാടില്ല, ഒരു കീടാടും. അയ്യോ, എന്നെ പൂസി അടിക്കാൻ പറ്റും. അവൻ എന്താണ് ഇത്ര ദേഷ്യം എന്നോട്? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്താ? നീ എന്താ പറഞ്ഞ മനസ്സിലാവത്തെ? നീ കൂളി ജാട കാണിച്ചോണ്ടല്ലേ? അയ്യോ, ഭയങ്കര ദേഷ്യത്തില്. അതാ ഉണ്ടച്ചെറുക്കനെ ഓട്ടിച്ചോ? എടാ കല്ലു, നിനക്ക് മാത്രമേ അനുസരണ ഉള്ളടാ. ഇവര് സ്നേഹം കാണിക്കുകയാണ്. നിങ്ങൾ ഉമ്മയൊക്കെ വെച്ച് കളിച്ചു. അതെന്താ ചെയ്യാത്ത താൻ? അപ്പൊ തനിക്ക് പേടിയാണ്? തനിക്ക് പേടിയാണ്. എവരെയൊക്കെ കാണുന്നു നമുക്ക് ഈ ഹൈറ്റ് ഉള്ള വലിയ പെടക്കോഴി. അല്ല, ഒരുമിച്ച് നിൽക്കണം കേട്ടോ. ഓടോ നിക്ക്, നിന്നെ ഞാൻ കൊടുക്കാൻ പോവാ. എടാ കുഞ്ഞ, നീയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ കുഞ്ഞ. ഈ നിൽക്കുന്നത് ഒരു തീരെ കുഞ്ഞൻ, എലിക്കുഞ്ഞൻ എന്നാണ് അവൻ്റെ പേര്. എവന്മാർ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, എവനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയറും കൂടി. ഇന്നലത്തോടെ ഓണം അവസാനം. എന്നാലും കൊള്ളാം. സദ്യ കഴിക്കുക കോഴികൾ. എന്തായാലും കൊള്ളാമല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താറാ ഡൈനോ, എന്തൊക്കെയുണ്ട് വിശേഷം? നീയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈറ്റുള്ള കോഴി അല്ലേ? എന്തായാലും കൊള്ളാം. എവൻ്റെ തന്ത ദാ പോകുന്നു. തന്തപ്പടി ഇങ്ങോട്ട് വാടാ. അല്ല, തന്തപ്പടി തമ്പുരാനെ ഇങ്ങോട്ട് വന്നേ. എന്താടാ നിന്റെ പേര് ഞാൻ മറന്നുപോയെന്ന് വിചാരിച്ചോ? ഏടാ നിക്കടാ അവിടെ. നീ എങ്ങോട്ട് പോകുന്നു? എവനൊരു കഴിവുണ്ട്, എവനൊരു കണ്ണ് ശകലമില്ല. പക്ഷെ അവന് സൂപ്പർ ബുദ്ധിയാ. അവളെ പിടിക്കാൻ പോകുന്ന വെച്ചാൽ അവ ഒറ്റ ഓട്ടോ അവൻ പോയി. ഇനി അവന്മാരെ തൊപ്പിക്കാരൻ തൊപ്പിക്കാരൻ പുള്ളിക്കോഴി. നോക്കടാ ഇങ്ങോട്ട്.
അപ്പോൾ നമുക്ക് ബാക്കി കാണാം. ഇപ്പോൾ ഇവിടെ വെയിൽ ശകലം കൂടി. യവനെ കുറിച്ചുള്ള അഭിപ്രായം എന്തെന്ന് വെച്ചാൽ ഇവൻ മഹാ തെമ്മാടിയാണ്. യവന്മാരെ വിചാരം യവന്മാരാണ് വലിയ ഡോൺ എന്നാണ്. പക്ഷെ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഇവനും അതിലെ പോയ ഇവനും ഒന്നുമല്ല റിയൽ ഡോണീസ്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇതാ നിൽക്കുന്നു തട്ടിയൽ റിയൽ ഡോൺ പോത്തുവാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഡോണും വലിയ തലവനും. കണ്ടില്ലേ അവൻ്റെ ഒരു ഇത്, എന്തോ പറയാനോ. അവൻ എന്തോ വലിയ ജാടക്കാരനൊന്നും അല്ലെന്നറിയോ. 6 പാക്ക്. അവനെന്ത് ധൈര്യമാണെന്നറിയോ. ആരെ കണ്ടാലും ഇടിക്കും. ടിഷ്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിമ്മി ചായനെ വരെ ഇടിക്കാറുണ്ട്. ഇടിക്കൂല, എന്നാലും ചവിട്ടി. എന്നാലും അത് ഞാൻ പിടിക്കാൻ മറന്നുപോയി. അതൊക്കെ ഒരു കാഴ്ചയായിരുന്നു ശരിക്കും. ഇവനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അവൻ്റെ കുറച്ച് ബോഡി ഷോ കാണിക്കൂ. കഴുത്ത് വെച്ചുള്ള എക്സസൈസാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആളെ കണ്ടു നോക്കാം. നമ്മളെ പോത്തുവിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത കുറച്ച് ആൾക്കാരെ പോയി പരിചയപ്പെടാം. വാഴയിൽ എന്തെങ്കിലും പറ്റിയാലാണ്. നീയോ എല്ലാമാരോട് ഓടിപ്പോണാണ്ടാ തോന്നുന്നു. അവിടെ സദ്യ വിളമ്പാ വച്ചിട്ടുണ്ടെന്ന്. നിൽക്കടാ അവിടെ. എങ്ങോട്ട് പോവാ നീയൊക്കെ കൂടി? അവിടെ മര്യാദയ്ക്ക് ഒരിടത്ത് കിടന്നു. ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ഇത് കണ്ടോ പുതിയ അതിഥി. ഇഷ്ടപ്പെട്ടില്ല ഞാൻ ചെന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക. ഇവരെയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇപ്പം ഇവർ പോച്ചയൊക്കെ കഴിക്കുമോ? ഇവരെന്ത് കൊടുത്താലും കഴിക്കും. ഇനി മെയിൻ അതിഥിയോട് കാണിച്ച് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് കണ്ടു നോക്കാം. ഇതാ കിടക്കുന്നു നമ്മുടെ മീറ്റ് തമ്പുരാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റ ബൈ ബൈ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.